എന്നുള്ളതാണ്. അവസാന സമയത്തേക്ക് പിന്തിച്ച് വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കുക എന്നുള്ള ധൃതിയിലായിരിക്കും നിസ്കരിക്കുക. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകാൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ നിസ്കാരത്തിൽ ഖുശൂ, ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കിയാണ് സംസാരിക്കുന്നത്. നിസ്കാരത്തിന് മുമ്പ് വുളൂ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ടത്. നിസ്കാരത്തിന് മുമ്പ് വുളൂ എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്ത് നല്ല വൃത്തിയായി എല്ലാ അധിക സുന്നത്തുകളും, നമുക്ക് പാലിക്കാൻ പറ്റുന്ന സുന്നത്തുകളൊക്കെയും നിർവഹിച്ചുകൊണ്ട് വുളൂ എടുക്കുക എന്നുള്ളതാണ്. കൃത്യമായ വുളൂ ചെയ്ത് അതിനു മുമ്പ് ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ ബാങ്കിൻ്റെ എല്ലാ ലഫ്ളുകൾക്കും കൃത്യമായ ഇജാബത്ത്, മറുപടി കൊടുത്തുകൊണ്ട് നമ്മൾ ബാങ്ക് മുതലേ നിസ്കാരത്തിന് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാൻ നമ്മുടെ നിസ്കരിക്കുന്ന പായോ അല്ലെങ്കിൽ മുസല്ലയോ, വരകളോ പുള്ളികളോ ചിത്രങ്ങളോ ഉള്ള ഒരു മുസല്ലയോ പായോ നമ്മൾ ഒരിക്കലും നിസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പാടില്ല. അത് കറാഹത്താണ്, പാടില്ലാത്തൊരു കാര്യവുമാണ്. അത് നിസ്കാരത്തിൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാൻ കൂടുതലും സ്ത്രീകളാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബിതങ്ങൾ മറുപടി പറഞ്ഞത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സലാത്തു ലി അവ്വലി വക്തിഹ, നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അവസാന സമയത്തേക്ക് പിന്തിച്ച് വെക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കുക എന്നുള്ള ധൃതിയിലായിരിക്കും നിസ്കരിക്കുക. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകാൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ നിസ്കാരം സമയത്തിന് നിർവഹിക്കുക, ബാങ്കിൻ്റെ ലഫ്ളുകൾക്ക് ഇജാബത്ത് കൊടുക്കുക, വുളൂ പൂർണ്ണമായും സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് ചെയ്യുക. അതുപോലെ നിസ്കാരപ്പായയിലോ മുസല്ലയിലോ ഉള്ള പുള്ളികളോ പ്ലെയിനായിട്ടുള്ള മുസല്ലകൾ സ്വീകരിക്കുക എന്നുള്ളതും നിസ്കാരം ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇഹ്സാനാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ നീ ഇബാദത്ത് ചെയ്യുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ആ ഇഹ്സാൻ നമുക്ക് നിസ്കാരത്തിൽ ഉണ്ടാകുന്നത് ഖുശൂ ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടെ നിസ്കരിക്കുക. അതുപോലെ തന്നെ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്തയിൽ നമുക്ക് നിസ്കാരം നിർവഹിക്കാൻ കഴിയണം. കാരണം ഇശാ നിസ്കരിച്ചാൽ നാളെ സുബഹി നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല, ളുഹ്ർ നിസ്കരിക്കുമ്പോൾ അസ്റിലേക്ക് ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല. ഇങ്ങനെ ഓരോ നിസ്കാരങ്ങൾ കഴിയുമ്പോഴും ഇതെൻ്റെ അവസാന നിസ്കാരമാണ് എന്ന ചിന്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഖുശൂ ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് വിശന്ന് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൽ പോകേണ്ട ഒരു ആവശ്യം ഉള്ള സമയത്ത് നിസ്കാരത്തിലേക്ക് മുതിരാൻ പാടില്ല. കാരണം ഇതൊക്കെയും നിസ്കാരത്തിൽ നിന്നുള്ള നമ്മുടെ ശ്രദ്ധ, അള്ളാഹുമായിട്ടുള്ള ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. വിശന്നുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. ഭക്ഷണം മുന്നിൽ ഹാജരായിരിക്കെ, ഭക്ഷണത്തിലേക്ക് നമുക്ക് ആവശ്യമായിരിക്കെ നമ്മൾ നിസ്കരിക്കുന്നത് കറാഹത്താണ്, പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള ആവശ്യ നിർവഹണത്തിന് മുട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കുകയില്ല. അപ്പോൾ ഇതൊക്കെയും